അതെ ശീതളൻ സാറേ, ഒരു കാര്യം പറയാൻ. എന്താ സാറേ? ശ്യാമള മേഡം കൂടെ കേൾക്കണം. പറഞ്ഞോ സാർ. നിങ്ങൾ രണ്ടുപേരും ദയവ് ചെയ്തിട്ട് നാളെ കൃത്യസമയത്തിനൊന്ന് വരാൻ ശ്രമിക്കണം. നടക്കൂ? വരണല്ലോ. വരണം. അല്ല, ഞാൻ നാണമില്ലാതെ പറയുകയാണെന്ന് വിചാരിച്ചോ കുഴപ്പമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു മൊയ്തു എന്ന് പറയുന്ന ഒരു കക്ഷി ഇവിടെ വന്നിരുന്നു. അയാളൊരു വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിട്ട് ഒരുപാട് ദിവസമായി. അത് ഇതുവരെ അക്ഷയയിലേക്ക് സെൻഡ് ചെയ്തിട്ടില്ല. എന്താ സെൻഡ് ചെയ്യാതിരുന്നത്? സാർ ഇത് എന്ത് വർത്താനാ സാറേ പറയണത്? അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തോരം ജോലികളുണ്ട്, ഓരോന്ന് തീർത്ത് വരണല്ലേ ഉള്ളൂ. ഇപ്പൊ ഇലക്ഷനിൽ 100 കൂട്ടം വർക്ക് ഉണ്ടായി സാറേ. നമ്മുടെ വീട്ടുകാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ സൈഡ് ബിസിനസ്. അതെ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഓഫീസ് കാര്യമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സാറ് ആ നാൾ വഴിയുടെ രജിസ്റ്റർ ഒന്ന് എടുക്കും. അതിൽ ചെറിയൊരു തെറ്റുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം. സത്യശീല സാറേ, എന്റെ മോന്റെ അഡ്മിഷന് വേണ്ടിട്ട് ഒരു കോൾ ഒന്ന് വിളിച്ചിട്ട്. പിന്നെന്താ വിളിക്കുക? പിന്നെ സോറി. എന്താ സോറി പറയണ്ട, ഒക്കെ അതൊക്കെ നടക്കണല്ലോ. അതെ. ഞാൻ ഇതിങ്ങനെ പറയാ, അതാണ്. അതല്ല. അയ്യോ സാറേ, ഒരു മെസ്സേജ് കണ്ടിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അല്ല സാറേ, സാറേ വില്ലേജ് ഓഫീസിന് ആരോ തീയിട്ടേക്കണോ? വില്ലേജ് ഓഫീസിന് തീയിട്ടോ? എവിടെ? വെള്ളറട വില്ലേജ് ഓഫീസില്ലേ, അവിടെ തീയിട്ടേക്കണോ? എല്ലാവരും സിഗരറ്റ് വലിച്ചിട്ടാവുന്നേ. അയ്യോ അല്ല, ഒരാള് വന്നിട്ട് പെട്രോൾ ഒഴിച്ച് എല്ലാത്തിനും തീയിട്ടിട്ട് അയാൾ പുറത്തോട്ട് ഇറങ്ങി പോയി, വാതിൽ പൂട്ടി കളഞ്ഞു. സാറേ സാർ നോക്ക്, കണ്ടോ? വാർത്തയൊക്കെ ഓക്കെ സാറേ. വെള്ളറുടെ വില്ലേജ് ഓഫീസിൽ സാറിന് പരിചയമുള്ള ആരോ ഉണ്ടല്ലോ. രാജീവ് ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചു നോക്കി സാറേ. സാധ്യത പരിപാടികൾ പലരുടെയിലും. ഹലോ, രാജീവേ, അതെ നിങ്ങളുടെ വില്ലേജ് ഓഫീസിന് ആരോ തീയിട്ടു എന്ന് പറഞ്ഞിട്ടല്ലോ, ശരിയാ? ആണോ? അത് ശരി. അപ്പൊ നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ലല്ലേ, നീ ലീവായിരുന്നോ? അത് ശരി, സംഗതി ശരിയാ. സത്യം അല്ലേ? പിന്നെന്താ, കക്ഷികൾ ആരോ ആണെന്ന്, എന്തോ ആവശ്യത്തിന് വേണ്ടി കയറി ഇറങ്ങിയിട്ട് സാധിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് തീയിട്ടാണെന്ന് പുറത്തുനിന്ന് വാതിൽ പൂട്ടി കളഞ്ഞു. ഉള്ളിലുള്ള ജീവനക്കാർക്ക് 4 പേർക്ക് പൊള്ളരിട്ടിട്ടുണ്ട്. ഇപ്പോഴോ? ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വില്ലേജ് ഓഫീസിന് 2 സൈഡിൽ ഡോർ വേണം, 2 സൈഡിൽ ഡോർ വേണം. ഒരാളൊപ്പം കിട്ടില്ല. എന്താ ശീതളൻ സാറേ നിങ്ങൾ പറയുന്നത്? ഇയാൾ തീയിടുന്നുള്ള കാര്യം നിങ്ങൾക്ക് മുമ്പ് അറിയായിരുന്നോ? അല്ല അങ്ങനല്ല. പിന്നെ എങ്ങനെ സാറേ? അതെന്താ അറിയോ, പണ്ടൊരു കൈക്കൂലി കേസ് ഉണ്ടായിരുന്നില്ലേ, അന്ന് വിജിലൻസുകാർ വന്ന ഓർമ്മയിൽ പറയണതാ. എന്നാലും ആളെങ്ങോട്ട് പോയതാ? അതെ, ബൈക്കിന് എന്താ കംപ്ലൈന്റ് ഉണ്ടായി, അത് ശരിയാക്കാൻ വേണ്ടി പോയതാറ്റാ. ഇതൊക്കെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ? സത്യത്തിൽ ഞാൻ ഒന്ന് പേടിച്ചു പോയി കേട്ടോ. ആ സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേ കൂത്തുന്ന് വിചാരിച്ചു ഞാൻ പേടിച്ചത് മേഡം എന്തെങ്കിലും ചെയ്ത് കളയോന്നുള്ള. മേഡത്തിന് നോട്ടം കണ്ട് സാറ് ചൂടി പോയില്ലേ? അതിനെന്താ അതിന് മാത്രം ചിരിക്കാൻ? അവനെന്റെ പണി നോക്ക് വന്മൻ സാറേ. സാറേ, നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ അകത്ത് തീയിട്ടിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും പൂട്ടി പോകുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ ഈ ഓടാമ്പൽ ഇങ്ങോട്ട് ഊരിയെടുത്തു. എന്തായാലും അത് നന്നായി സാറേ. പിന്നെ നമ്മുടെ ഓഫീസ് പുറത്തുനിന്ന് ഒരുത്തിനും പൂട്ടൂല. പുറത്തുനിന്ന് ആരും പൂട്ടൂല. പക്ഷെ നമുക്ക് ഈ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പോകുമ്പോ ഇത് പൂട്ടി പോണ്ടേ? പൂട്ടണോ? വേണ്ടേ? പൂട്ടണ്ടേ? ഒരു കാര്യം ചെയ്യ്, ശീതളൻ സാറ് വാതില് അകത്തുനിന്ന് പൂട്ട്, എന്നിട്ട് ഇവിടെ കടന്നോ, ഞങ്ങളൊക്കെ പോയേക്കാം. എല്ലാതെ അങ്ങോട്ട് കത്തി കയറല്ലേ. ഞാൻ വീട്ടിലില്ലെങ്കിൽ നീ അതിനകത്തും കിടക്കില്ല കേട്ടോ സാറേ. ഞാൻ രാവിലെ വന്നിട്ട് ഇത് അഴിച്ചെടുക്കാം. പോണ നേരത്തെ ഞാൻ പൂട്ടി പോവുകയും ചെയ്യാം, ഫിറ്റ് ചെയ്ത് പോവാം. അതിന് ശീതള വേറൊരു പ്രശ്നമുണ്ടേ. എന്താ? ഇതിപ്പോ 12 മണിക്ക് തുറന്നിട്ട് 3 മണിക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ. അല്ല സാറേ, ഞാൻ നാളെ മുതൽ ഞാൻ നേരത്തെ വരും. എന്തിന്? അല്ല, നമ്മളെ ആൾക്കാർ വെറുതെ രോഷം കൊണ്ട് നമ്മളെ കത്തിച്ച് കൊല്ലണ്ടല്ലോ. ഞാൻ വരും, ഞാൻ നേരത്തെ വരും.